Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എന്റെ പേര് ലെനീന. അപ്പൊ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസ് എക്സാം. ഡിഗ്രി പ്രിലിംസിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു മാസം ഇല്ലല്ലേ, കറക്റ്റ് പറഞ്ഞാൽ മെയ് 2-നാണ് എക്സാം. ഒരു മാസമേ നമ്മുടെ മുന്നിലുള്ളൂ, ഒരു മാസം ഇല്ല. അപ്പൊ 3 ഫേസസ് ആയിട്ടാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. അപ്പൊ 3 ഫേസ് എന്ന് പറയുമ്പോൾ മെയ് 2-ന് ഒരു എക്സാം. ഫസ്റ്റ് ഫേസ് മെയ് 2-നാണ്. ദെൻ സെക്കൻഡ് ഫേസ് മെയ് 16-നാണ്. അതിനുശേഷം മൂന്നാമത്തെ ഫേസ് വരുന്നത് ജൂൺ 6-നാണ്. അപ്പൊ മെയ് 2, മെയ് 16, ജൂൺ 6 എന്നിങ്ങനെ 3 ഡേറ്റിലായിട്ടാണ് എക്സാംസ് നടക്കാൻ പോകുന്നത്. അപ്പോ ഏത് ദിവസമാണോ എക്സാം അതിന്റെ കുറച്ച് മുന്നെയാണ് ഹോൾ ടിക്കറ്റ് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ഡിഗ്രി പ്രിലിംസ് എക്സാം ഒരു മാസം കൊണ്ട് പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെ പഠിച്ചു പോകണം, ഏതൊക്കെ കാര്യങ്ങൾ അശ്രദ്ധമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്, അത് ഏതൊക്കെ എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പൊ അതിനു മുന്നേ ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ മിറാക്കിൾ ബാച്ച്, ഡിഗ്രി പ്രിലിംസിന് വേണ്ടി മിറാക്കിൾ ബാച്ച് ഓൾറെഡി റണ്ണിംഗ് ആണ്. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. അപ്പൊ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അതുകൂടാതെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് കാണാനും പറ്റും. ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളുടെ റെക്കോർഡഡ് ക്ലാസ്സസ് കാണാനും പറ്റും. അപ്പോ ജോയിൻ ചെയ്യാനുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനായി ഈ കാണുന്ന നമ്പറിലേക്ക് 8590202323 എന്നീ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഡിഗ്രി പ്രിലിംസിന് പഠിക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന് നോക്കാം. അപ്പൊ അവസാന 30 ദിവസം അല്ലെങ്കിൽ അവസാന കുറച്ച് ദിവസങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പൊ സിലബസ് പൂർത്തിയാക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും എല്ലാവരും. അങ്ങനെ ചെയ്യരുത് എന്നാണ് ഫസ്റ്റ് പറയാനുള്ളത്. സിലബസ് കംപ്ലീറ്റ് ആക്കണം. എല്ലാ സിലബസിലും എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു പോകണം എന്നുള്ള ഒരു ഇതുണ്ടാവും. അങ്ങനെ നമ്മൾ ഒരിക്കലും നിൽക്കരുത്. കാരണം സിലബസ് പൂർത്തിയാക്കാൻ പോയാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടെ മറന്നുപോകും. ഇപ്പൊ ഒരാൾ 70% കാര്യം സിലബസ് ഒക്കെ റിവൈസ് ചെയ്ത് പഠിച്ചു വെച്ചിട്ടുണ്ട് നോക്കുക. 70% പഠിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരു 30% പഠിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് പഠിക്കാൻ, പുതുതായിട്ടുള്ളത് പഠിക്കാൻ നിന്നാൽ പഴയ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ 70% നമുക്ക് മറന്നുപോകും. അപ്പൊ പ്രത്യേകിച്ച് വേണ്ടത് ആ ഒരു റിവിഷൻ ആണ്. മുന്നേ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നമ്മൾ കൺഫേം ആക്കാനുള്ളൊരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. അപ്പൊ ഡിഗ്രി പ്രിലിംസ് എന്നൊക്കെ പറയുന്ന ഒരു വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. അത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് കംപ്ലീറ്റ് ആയിട്ട് തീർക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇനി ലാസ്റ്റ് നിമിഷം നമ്മൾ സ്മാർട്ട് സ്റ്റഡിയാണ് നടത്തേണ്ടത്. അപ്പൊ ഓൾറെഡി പഠിച്ചു വെച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കാൻ വേണ്ടി നോക്കുക, റിവൈസ് ചെയ്യാൻ നോക്കുക. ആ ഭാഗത്തു നിന്നും തെറ്റ് വരുത്താതെ നോക്കണം. അപ്പോൾ അവസാന നിമിഷം പുതിയ ഭാഗങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നത് നേരത്തെ പഠിച്ചു വെച്ച കാര്യങ്ങളിൽ മറന്നുപോകാൻ ചാൻസ് ഉണ്ട്. നേരത്തെ പഠിച്ചു വെച്ച കാര്യങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ. അപ്പൊ ആശയക്കുഴപ്പം മാറ്റാനായിട്ട് നമ്മൾ റിവൈസ് ചെയ്യാൻ നോക്കുക. മാക്സിമം റിവൈസ് ചെയ്യണം. ഇപ്പൊ സിലബസ് തീർക്കാൻ ഓടുന്നതിന് പകരം എന്താ ചെയ്യേണ്ടത്? കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള പ്രധാന ഭാഗങ്ങൾ ആവർത്തിച്ച് പഠിക്കണം. അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുന്ന സമയത്ത് ഏത് ഭാഗത്ത് നിന്നാണ് കൂടുതൽ മാർക്ക് വരാൻ, സ്കോർ ചെയ്യാൻ ചാൻസ് ഉള്ളത്, ഏത് ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് ആവർത്തിച്ച് പഠിക്കാൻ ശ്രമിക്കാം. ഇനി അടുത്തതായിട്ട് പെർഫെക്ഷനിസം വേണ്ട എന്നുള്ളതാണ്. പറഞ്ഞ കാര്യം തന്നെയാണ്. നമുക്ക് ഈ ഒരു പെർഫെക്ഷനിസം എന്ന് പറയുമ്പോൾ സിലബസ് കംപ്ലീറ്റ് ആക്കുക, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു ടോപ്പിക്ക് തന്നെ വെരി ഡീറ്റെയിൽ ആയിട്ട്, അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിച്ചു പോകാനുള്ള സമയമില്ല അല്ലെ. ഒരു മാസം കൊണ്ട് നമുക്ക് അങ്ങനെ പഠിക്കാനിരുന്നാൽ തീരില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പഠിച്ച കാര്യം റിപ്പീറ്റ് ചെയ്യണം. അതുകൂടാതെ നമ്മൾ ഒരു ടോപ്പിക്ക് മാത്രം ആഴത്തിൽ പഠിക്കാണ്ട് ബാക്കി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്മാർട്ട് സ്റ്റഡിയാണ് വേണ്ടത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് ഒന്നുകൂടെ ആവർത്തിച്ച് പഠിക്കുക. നല്ലപോലെ അത് മനസ്സിലാക്കി, ഏതൊക്കെ ഏരിയാസ് മനസ്സിലാക്കി പഠിക്കുകയാണ് വേണ്ടത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെക്കുക, ഏരിയാസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കുക, അങ്ങനെ പഠിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഈ ഒരു മാസത്തെ കാര്യമാണ് പറയുന്നത്. ഇനി കട്ട് ഓഫിന് മുകളിൽ മാർക്ക് വാങ്ങും എന്നാണ് നമ്മൾക്ക് പ്രധാനം ഈ ഒരു എക്സാമിന്. കാരണം ഇതൊരു എലിജിബിലിറ്റി ടെസ്റ്റ് പോലെയാണ്. ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്നത് മെയിൻസ് എഴുതാനുള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താണ് ഇവിടെ വേണ്ടത്? കട്ട് ഓഫിന് മുകളിൽ മാർക്ക് മേടിക്കുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം. കാരണം നമുക്കറിയാം മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, MME ഇത് ടോട്ടൽ 50 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 50 മാർക്കിന് ക്വസ്റ്റ്യൻ വരും. ഈ 50 മാർക്കിൽ 20 മാർക്ക് മാത്സും 10 മാർക്ക് മലയാളവും 20 മാർക്ക് ഇംഗ്ലീഷുമാണ് അല്ലെ. 20 മാത്സ്, 10 മലയാളം, 20 ഇംഗ്ലീഷ്. അപ്പൊ മാത്സും മലയാളവും ഇംഗ്ലീഷും ഏകദേശം പഠിക്കുന്നവർക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു എക്സാമിന്. കാരണം 20 മാത്സ് ആണ്, 20 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പം കൃത്യമായിട്ട് മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഏകദേശം ടോപ്പിക്സ് കവർ ചെയ്ത് പഠിക്കാൻ നോക്കണം.
ഇനി അടുത്തതായിട്ട് പുതിയ ടോപ്പിക്കുകൾ പഠിക്കാൻ ശ്രമിക്കരുത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി മോക്ക് ടെസ്റ്റുകൾ ഒഴിവാക്കരുത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മോക്ക് ടെസ്റ്റ്. അപ്പൊ മോക്ക് ടെസ്റ്റ് വീക്ക്ലി 2 മോക്ക് ടെസ്റ്റ് എങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. ഇനി വരുന്ന എക്സാമിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു മാസം കൊണ്ട് വീക്ക്ലി മിനിമം 2 എണ്ണം വെച്ചെങ്കിലും മോക്ക് ടെസ്റ്റ് നടത്തണം. അപ്പോഴാണ് നമുക്ക് ടൈം മാനേജ്മെന്റ് പഠിക്കുന്നത്. ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നത് മോക്ക് ടെസ്റ്റുകൾ വഴിയാണ്. അതുകൂടാതെ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാനും മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് പറ്റും. നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാനും അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് ശരിയാക്കാനും ഒക്കെ മോക്ക് ടെസ്റ്റ് സഹായിക്കും. ഇനി റാങ്ക് ഫയലുകൾ മാത്രം ആശ്രയിക്കരുത്. റാങ്ക് ഫയലിനെ മാത്രം ആശ്രയിച്ചാൽ എന്താണ് കുഴപ്പം? റാങ്ക് ഫയലിൽ 1 to 1 ലൈൻ ആയിട്ടാണല്ലേ പലതും കാണുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ NCERT ടെക്സ്റ്റ് ബുക്കും SCERT NCERT ടെക്സ്റ്റ് ബുക്കും കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. ഒരു ഒറ്റ എക്സാമിനും റാങ്ക് ഫയൽ മാത്രം ആശ്രയിച്ചിരുന്ന് ഇങ്ങനെ ഓരോ ലൈൻ ബൈ ലൈൻ പഠിച്ചു വെക്കുന്നതിലും നല്ലത് കൺസെപ്റ്റ് മനസ്സിലാക്കി ടെക്സ്റ്റ് ബുക്കിനെയൊക്കെ ആശ്രയിച്ച് പഠിക്കുന്നതാണ് നല്ലത്. ഇനി കറണ്ട് അഫയേഴ്സ് മാറ്റി വെക്കരുത്. കറണ്ട് അഫയേഴ്സ് ഒരിക്കലും മാറ്റി വെക്കാൻ പാടില്ല. കാരണം കറണ്ട് അഫയേഴ്സ് ഈ ഒരു എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ റീസെന്റ് നടന്ന നൊബേൽ പ്രൈസ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കഴിഞ്ഞ വർഷത്തെ നൊബേൽ പ്രൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആർട്സ്, ലിറ്ററേച്ചർ, അത് സ്പോർട്സ്, ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ധാരാളം കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഈ ഗെയിംസിനെ കുറിച്ചും അങ്ങനെയുള്ള ഭാഗത്തുനിന്നുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഭാഗമാണ്. ഇപ്പൊ ജിയോഗ്രഫി എന്നാണെങ്കിൽ റീസെന്റ് എന്തെങ്കിലും മണ്ണൊലിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രളയം, ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ജിയോഗ്രഫിയിൽ നിന്നും കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇപ്പൊ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത് മിനിമം ഡെയിലി ഒരു 15 മുതൽ 20 മിനിറ്റ് എങ്കിലും, 15 to 20 മിനിറ്റ്സ് എങ്കിലും കറണ്ട് അഫയേഴ്സിനായിട്ട് മാറ്റിവെക്കണം. അപ്പൊ അതാണ് ഒരു ബെസ്റ്റ് ഇത്. ഈ ഒരു വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷങ്ങൾ അല്ലെങ്കിൽ റീസെന്റ് നടന്ന കാര്യങ്ങൾ പഠിക്കാനായിട്ട് മിനിമം 15 മുതൽ 20 മിനിറ്റ് ഡെയിലി മാറ്റിവെക്കുക ആ ഒരു എക്സാം വരെ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഡിഗ്രി പ്രിലിംസ് ഇനി എഴുതാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ ഒരു കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ഡിഗ്രി പ്രിലിംസ് സ്മാർട്ട് സ്റ്റഡി നടത്തിയാൽ പാസ്സാവാൻ പറ്റും. അപ്പൊ നമുക്ക് വേണ്ടത് വാരി വലിച്ചെല്ലാം കൂടെ പഠിക്കലല്ല, സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റഡിയാണ്. അപ്പൊ സ്മാർട്ട് സ്റ്റഡി ഉണ്ടായാൽ എവിടെയും നമുക്ക് പെട്ടെന്ന് ലക്ഷ്യത്തിലെത്താൻ പറ്റും. അപ്പൊ സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ്സ് ഫോളോ ചെയ്യാം. അപ്പൊ കൃത്യമായിട്ട് പഠിക്കാൻ നോക്കാം. അപ്പൊ ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ മിറാക്കിൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ മിറാക്കിൾ ബാച്ചിന്റെ പ്രത്യേകത ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. ഡിഗ്രി പ്രിലിംസ് ആണെങ്കിലും കേരള PSCയുടെ എല്ലാ കോഴ്സസിനും ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും കോഴ്സസ് ജോയിൻ ചെയ്യാനാണെങ്കിൽ ഈ 8590202323 എന്നീ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്